ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ഭസ്തനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേ ന നിത്യഗതി തുൽഭക്തിവർദ്ധനം ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. മായാബന്ധനത്തിലായ ജീവന് എങ്ങനെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. മായ മൂലമാണ് മാതൃഗർഭത്തിൽ കുറെ കാലം കിടന്നതും ഈ ഭൂമിയിൽ ജനിക്കുന്നതും മരിക്കുന്നതും. എന്നിട്ടോ ഉദകപ്പോള പോലെ, ജലത്തിലെ കുമിള പോലെ വീണ്ടും ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു. ജനനാന്ത്യം വരെ, മരണം വരെ ഒരു ഗതിയും ഉണ്ടാകുന്നില്ല. അതിനാൽ നിത്യവും അങ്ങയെ പ്രണമിക്കാനും എന്നിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിക്കുന്നതിനും അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. സംസാരചക്രത്തിൽ 3 ദുഃഖങ്ങളാണ് ഉള്ളത്: ഗർഭദുഃഖം, ജനന ദുഃഖം, മരണദുഃഖം. കർമാനുസാരിയായി നാം ഗർഭത്തിൽ വന്നുപെടുന്നു. ക്ലേശങ്ങൾ അവിടെ അനവധി അനുഭവിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് വരുന്നു. മുൻ ജന്മത്തിലെ രൂപമല്ല ഈ ജന്മത്തിൽ എന്നു മാത്രം. രൂപമാണ് നശിച്ചു പോയത്. ഒരു രൂപത്തിന്റെ ആവിർഭാവമാണ് പിറവി, അതിൻ്റെ തിരോഭാവം മരണവും. ഏതുപോലെ ജലത്തിൽ കുമിളകളുണ്ടായി മറയുന്നത് പോലെ. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേശയനം എന്ന് ശങ്കരാചാര്യർ സംസാരത്തിന്റെ മറുകരയെത്താൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ശരീരമല്ല ഞാൻ എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ദേഹബുദ്ധി വെടിയുക. ദേഹം ഉണ്ടാകുന്നതോ ഇല്ലാതാകുന്നതോ അലട്ടാതാകണം. ഇതാണ് ജീവൻ മുക്തി. സത്യസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ് ശരീരം. മോഹങ്ങൾക്ക് പിറകെ സഞ്ചരിച്ചാൽ ജനനാന്ത്യേ ന നിത്യഗതി. അതുകൊണ്ട് സത്യവസ്തുവിൽ പരമപ്രേമം ഉണ്ടാകണം. അതാണ് ഭക്തി. സത്യം അനുഭവത്തിൽ പ്രകാശിതമാകണം. അതിനു വേണ്ടതാകട്ടെ നിരന്തര സ്മരണയും. സ്മരണം, കീർത്തനം, വിചാരം എന്നിവ നിരന്തരമായി അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമേ മനസ്സംസ്കാരം വന്നു ചേരൂ. മനസ്സംസ്കാരത്തിലൂടെയാണ് വാസനകളുടെ വേറെടുക്കാനും കഴിയൂ. വാസനാബന്ധം ഉള്ളിൽ നിന്ന് പോകാത്തിടത്തോളം മുക്തി സാധ്യമല്ല. അതിനാൽ ത്വൽഭക്തിവർദ്ധനം മനസ്സിൽ ഉദിക്കുന്നതിനും ഭഗവാനെ വന്ദിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി